ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ജനസമിതി ഗണ്യമായി കുറഞ്ഞതായി പുതിയ സർവേ റിപ്പോർട്ട്. പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് മാക്രോണിന്റെ അധികാര റേറ്റിംഗ് 20% താഴെയെത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിരോധ നയങ്ങളും സാമൂഹിക ക്ഷേമ പദ്ധതികൾ വെട്ടിച്ചുരുക്കുന്നതുമാണ് ജനരോഷത്തിന് കാരണം. ഇതേ സർവേയിൽ പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബെയ്റോയുടെ ജനപ്രീതിയും ഇടിഞ്ഞു. ഇതോടെ ഫ്രാൻസിലെ 5ാം റിപ്പബ്ലിക്കിലെ ഏറ്റവും ജനപ്രീതിയില്ലാത്ത എക്സിക്യൂട്ടീവ് ജോഡിയായി ഇരുവരും മാറി. സർവേ അനുസരിച്ച് മാക്രോണിന്റെ അധികാര റേറ്റിംഗ് 19% കുറഞ്ഞു. പ്രധാനമന്ത്രി ബെയ്റോയ്ക്ക് 18% മാത്രമാണ് ജനപിന്തുണ. അതേസമയം മുൻ സർക്കാരിന്റെ തകർച്ചയ്ക്കു ശേഷം അധികാരത്തിലെത്തിയ ബെയ്റോ സർക്കാർ രാജ്യത്തിന്റെ 43.8 ബില്യൺ യൂറോയുടെ ബജറ്റ് വിടവ് നികത്താൻ പുതിയ ചെലവ് ചുരുക്കൽ നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഉയർന്ന വരുമാനക്കാർക്ക് പുതിയ നികുതികൾ ഏർപ്പെടുത്തി. പെൻഷൻ, സാമൂഹിക ആനുകൂല്യങ്ങൾ എന്നിവ മരവിപ്പിക്കാനും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചെലവുകൾ പരിമിതപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ 2 ദേശീയ അവധി ദിനങ്ങൾ നിർത്തലാക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങളെ ഇടതുപക്ഷ നേതാവ് ജീൻ ലൂക്ക് മെലറ്റ്ചോൺ അസഹനീയമായ അനീതികൾ എന്ന് വിശേഷിപ്പിക്കുകയും ബെയ്റോയുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു. സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് ധനസഹായം വെട്ടിക്കുറയ്ക്കുന്ന സമയത്തും പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുവാനുള്ള മാക്രോണിന്റെ തീരുമാനം വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. യൂറോപ്പിൽ റഷ്യ ഉയർത്തുന്ന ഭീഷണി ചൂണ്ടിക്കാട്ടി അടുത്ത 2 വർഷത്തിനുള്ളിൽ സൈന്യത്തിന് 6.5 ബില്യൺ യൂറോ കൂടി നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു.